എല്ലാ കൂട്ടുകാർക്കും കൂൾ ഷോർട്സ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒത്തിരി സന്തോഷത്തോടെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടും എൻ്റെ ഈ ഒരു കൊച്ചു ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ടർക്കിഷ് മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഞാനിത് ഫസ്റ്റായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഒരുപാട് പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിലും മാക്സിമം ഞാൻ നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം. ചാനൽ ആരെങ്കിലും പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള സ്പഞ്ച് തയ്യാറാക്കാം. ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള മുട്ടയാണെന്നുണ്ടെങ്കിൽ തണുപ്പൊക്കെ നന്നായി പോയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ ഈ ഒരു കേക്കിലേക്ക് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കണില്ല. ഞാനിപ്പോൾ 4 കോഴിമുട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് പഞ്ചസാരയാണ്. ഇത്രക്ക് മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഒരല്പം ഉപ്പ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് 1 ടീസ്പൂണ് വാനില എസൻസ് ആണ്. ഇതും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഈ മുട്ടയൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വിസ്ക് വെച്ചിട്ടും ചെയ്തെടുക്കുക, അതല്ലെങ്കിൽ ഇതുപോലെ ഒരു ബീറ്റർ വെച്ചിട്ടും ചെയ്തെടുക്കുക. വിസ്ക് വെച്ചിട്ടാകുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. ഞാനിപ്പോൾ ബീറ്റർ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് തന്നെ ഒന്ന് പതഞ്ഞ് കിട്ടുന്നത് വരെ ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ ദാ ഏകദേശം ഇത്രയായി കിട്ടിയിട്ടുണ്ട്. ഇത്ര പോരെ, വീണ്ടും ഒന്നുകൂടെ ഒന്ന് പതപ്പിച്ചെടുക്കണം. ഇപ്പോൾ ദാ നല്ല രീതിയിൽ തന്നെ പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബൗൾ നിറഞ്ഞ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. ഈ ഒരു ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരുപാട് സമയം ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഓയിൽ ചേർത്ത് കൊടുത്താൽ അതൊന്ന് മിക്സായി കിട്ടുന്ന രീതിയിൽ മാത്രം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. ഞാനിപ്പോൾ ദാ ഓയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് മൈദമാവാണ്. അപ്പോൾ ഒരു മൈദമാവ് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കരുത്. ഇതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ കട്ടകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ദാ മൈദമാവ് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാടങ്ങ് ഇളക്കി കൊടുത്തിട്ട് മിക്സ് ചെയ്യരുത്. പതുക്കെ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് പൊങ്ങി കിട്ടാൻ ബുദ്ധിമുട്ടാവും. ഒരു വിസ്ക് വെച്ചിട്ടോ ഇതുപോലെ സ്പാച്ചില വെച്ചിട്ടോ സ്മൂത്തായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ദാ ഒട്ടും കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റി കൊടുക്കണം. ഞാനിപ്പോൾ ഈ ഒരു മിൽക്ക് കേക്ക് സെറ്റ് ചെയ്യണത് സ്ക്വയർ ടൈപ്പിലുള്ളൊരു പുഡിംഗ് ട്രേയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ക്വയർ ടൈപ്പിലുള്ള ബേക്കിംഗ് ട്രേയിൽ വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതിനുള്ളിലായിട്ട് ഒരല്പം ബട്ടറോ അതല്ലെങ്കിൽ ഓയിലോ ഒന്ന് തടവി കൊടുക്കുക. ഞാനിപ്പോൾ ഒരല്പം ബട്ടറൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഉൾവശത്തായിട്ട് ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നിർബന്ധമല്ല, ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ തന്നെ ഈസി ആയിട്ട് വിട്ട് പോരും. എങ്കിലും നിങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുത്താലൊന്നും കൂടെ നല്ലതാണ്. ഞാൻ ദാ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു മാവ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ബാറ്റർ ഉണ്ടായിരിക്കേണ്ടത് ഈ ഒരു തിക്കിലാണ്. നിങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് ഇത് കട്ടി കൂടി പോവുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം ചൂടുള്ള പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. ഞാനിപ്പോൾ ദാ മുഴുവൻ മാവും ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക. ഇതിൽ ബബിൾസുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഓവനിൽ വെച്ചിട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ സ്റ്റൗവിൽ വെച്ചിട്ട് 10 മിനിറ്റ് നേരത്തോളം ലോ ഫ്ലെയിമിൽ വെച്ച് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബിരിയാണി പോട്ടിൽ വെച്ചിട്ടാണ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇതിനുള്ളിലായിട്ട് ഇതുപോലെ റിങ്ങോ അതല്ലെങ്കിൽ ചെറിയൊരു ബൗളോ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. അതിന് മുകളിലായിട്ട് വേണം നമ്മുടെ കേക്കിംഗ് ട്രേ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം 20 to 25 മിനിറ്റ് കൊണ്ടൊക്കെ ഇത് ബേക്കായി കിട്ടും. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു ടർക്കിഷ് മിൽക്ക് കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ക്യാരമൽ സോസ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം തന്നെ നമ്മൾ ഷുഗർ ക്യാരമലാണ് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഇനി ഈ ഷുഗർ ഒന്ന് ക്യാരമലൈസ് ചെയ്ത് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ
അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ദാ ഷുഗർ ഏകദേശം കാരമലൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് ഫ്രഷ് ക്രീമാണ്. ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം ചെയ്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു പീസ് ബട്ടറാണ്. ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഏകദേശം 1 മിനിറ്റ് നേരത്തേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കാരമൽ സോസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇത് നന്നായി ചൂടാറി കിട്ടണം. അതിന് ശേഷമാണ് കേക്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ കേക്ക് ഇതാ നല്ല രീതിയിൽ തന്നെ ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഇത് വെന്തിക്കണം നോക്കാൻ വേണ്ടിയിട്ട് ഞാനിടയ്ക്കൊന്ന് കുത്തി നോക്കിയിരുന്നു. അതാണ് നടുക്കാറ് സ്ക്രാച്ച് കാണുന്നത്. ഇതിന് നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഈ ഒരു സമയം നമുക്ക് കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള മിൽക്ക് സിറപ്പ് ഒന്ന് തയ്യാറാക്കി എടുക്കണം. ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ്. അത്യാവശ്യം നല്ല മധുരത്തിലാണ് ഈ ഒരു ടർക്കിഷ് മിൽക്ക് കേക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്രക്ക് മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്കിൻ്റെയൊക്കെ ഒരു ക്വാണ്ടിറ്റി ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. അതുപോലെ എടുക്കുന്ന ഷുഗറിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. ഇനി ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ മിൽക്ക് സിറപ്പ് തയ്യാറായി. ഇതിനൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക. ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള അടുത്ത ഇൻഗ്രീഡിയൻറ്റ് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ഇതിൻ്റെ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടോ അതല്ലെങ്കിൽ ബീറ്റർ ഉപയോഗിച്ചിട്ടോ നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ നല്ല രീതിയിൽ തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക. ഇപ്പോൾ ഇതാ ഒരു സ്പഞ്ച് നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ട്രേയിൽ നിന്നും ഇതൊന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ സ്പഞ്ച് തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗത്തിൽ നിന്നും ആ ഒരു ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കുക. ഇനി നമ്മൾ ഏതൊരു ട്രേയിലാണോ കേക്ക് സെറ്റ് ചെയ്യണത് ആ ട്രേയിലേക്ക് ഈ ഒരു സ്പഞ്ച് വെച്ച് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതുപോലെ സ്ക്വയർ ഷേപ്പിലുള്ള പുഡിൻ ട്രേയിലാണ് ഈ ഒരു മിൽക്ക് കേക്ക് സെറ്റാക്കി എടുക്കുന്നത്. നിങ്ങളിപ്പോൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ട്രേയുടെ അതേ സൈസിലുള്ള ട്രേ തന്നെയാണ് ഇത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു ഫിറ്റിങ്ങിൽ തന്നെ ഇത് കിട്ടും. ഞാനിപ്പോൾ ഇത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഈ ഒരു ട്രേ കുറച്ച് വലിപ്പം അധികമാണ്. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നിൽക്കുന്നത്. സ്പഞ്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിൽക്ക് സിറപ്പാണ്. ഇത് നന്നായിട്ട് സോക്ക് ചെയ്യുന്ന രീതിയിൽ എല്ലാ ഭാഗത്തും ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ആ ഒരു മിൽക്ക് സിറപ്പ് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ലെയർ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത ലെയറായിട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വിപ്പിംഗ് ക്രീമാണ്. അതും ഇതുപോലെ ഇതിന് മുകളിലായിട്ടൊന്ന് ലെയർ ചെയ്തിട്ടെടുക്കണം. ആദ്യം കേക്കിൻ്റെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തിട്ടെടുത്താൽ മതി. അപ്പോൾ എൻ്റെ ഈ ഒരു ട്രേ സൈസ് കൂടുതലായതുകൊണ്ടാണ് ഈ രീതിയിൽ നിൽക്കുന്നത്. നിങ്ങൾ എടുക്കുന്നത് കറക്റ്റ് ഫിറ്റിങ്ങിലാണെങ്കിൽ ഈ ഒരു ട്രേ മുഴുവനായിട്ടും വിപ്പിംഗ് ക്രീം കൊണ്ട് കവർ ചെയ്തെടുക്കണം. ഇനി അതിന് മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്യാരമൽ സോസാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു പൈപ്പിംഗ് ബാഗ് ഉപയോഗിച്ചിട്ടാണ് ഇത് സ്പ്രെഡ് ചെയ്തെടുക്കുന്നത്. കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ആ ഒരു ക്യാരമൽ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് വിപ്പിംഗ് ക്രീമോ അതല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വിപ്പിംഗ് ക്രീമാണ്. ബേക്കേഴ്സിനൊക്കെ ഈ ഒരു സ്റ്റെപ്പ് നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ദാ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്യണത് ഇതുപോലെ ടൂത്ത് പിക്കോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു കോല് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡിസൈന് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ദാ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്നുകൂടെ പെർഫെക്റ്റിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ടർക്കിഷ് മിൽക്ക് കേക്ക് സെറ്റായി. ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, സെർവ് ചെയ്യുക. അപ്പോൾ അതാ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള കേക്കാണിത്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്, അതുപോലെ നല്ല ഫ്ലഫിയാണ്. ഞാനിത് തയ്യാറാക്കിയത് കാണാൻ അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ടില്ല, പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മധുരം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവുന്നൊരു റെസിപ്പിയാണിത്. പിന്നെ ഉണ്ടാക്കിയെടുക്കാനും കുറച്ചൊന്ന് ടൈം എടുക്കുന്നൊരു റെസിപ്പി കൂടിയാണ്. പക്ഷെ ഇത് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ അസാധ്യ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ
ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു.